ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ലോകത്ത് നടക്കുന്ന ഏത് യുദ്ധത്തിലും ഏതൊക്കെ രാജ്യങ്ങൾ ഏതെല്ലാം ആയുധങ്ങൾ കൈവശമുണ്ട്, എത്ര അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്നൊക്കെ നമ്മൾ പറയുന്ന സുരക്ഷാ കവചം എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം. ആ എയർ ഡിഫൻസ് സിസ്റ്റം എത്രത്തോളം ശക്തമാണോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും ആ രാജ്യത്തിൻ്റെ. ഇപ്പോൾ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ ഏറെക്കുറെ ഒരു നല്ല പങ്ക് വഹിക്കുന്നത് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കൊണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് മാസത്തിൽ നടന്ന ഒരു ഷോർട്ട് കോൺഫ്ലിക്റ്റ്, ഒരു 4-5 ദിവസത്തെ കോൺഫ്ലിക്റ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വളരെ വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ അറ്റാക്കുകൾ നമുക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ അതിനെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിച്ചത് നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത്രയ്ക്ക് മെച്ചമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത് ഇഫക്റ്റീവായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്നും ടർക്കിയുടെയും ചൈനയുടെയൊക്കെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വൻതോതിൽ പാകിസ്ഥാൻ നമുക്കെതിരെ തൊടുത്തുവിട്ടപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് പറയുന്നത് വലിയ കേടുപാടുകൾ ഉണ്ടാകാതെ നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മളുടെ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള S-400 ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധിച്ചത്. അപ്പോൾ അങ്ങനെ എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇനിയും നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അധികം വ്യാപകമായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഫുൾ സ്കൈ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, എന്നുവെച്ചാൽ എനിമി എന്ന് പറയുന്നത് നമുക്ക് പാകിസ്ഥാനും ചൈനയുമാണ്. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇനിയും ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാകിസ്ഥാനായിട്ട് ഏത് സമയത്തും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ഉള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷൻസും റിയാക്ഷൻസും ഒക്കെ തന്നെ ആ രീതിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഏത് സമയത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നെ നമ്മളെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ല അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കോൺഫ്ലിക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും പാകിസ്ഥാനുമായിട്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ് തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞില്ല, ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ സ്ട്രക്ചർ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഇന്ത്യക്കും പാകിസ്ഥാനും സമാധാനപരമായിട്ടുള്ളൊരു നെയ്ബർഹുഡ് റിലേഷൻസ് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിച്ച S-400 നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്കൈയെ അല്ലെങ്കിൽ നമ്മുടെ ആകാശത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യ ഇനിയും റഷ്യയിൽ നിന്നുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള S-400 കഴിഞ്ഞാൽ പിന്നെ അവരുടെ നെക്സ്റ്റ് വേർഷനുള്ള S-500 മിസൈൽ സിസ്റ്റം ഇന്ത്യ വാങ്ങിക്കുവാൻ പ്ലാൻ ഉണ്ട് എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ ഈ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ വളരെ ടെക്നോളജിക്കലി സാങ്കേതികപരമായിട്ടൊക്കെ തന്നെ വളരെ മികവുറ്റമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് റഷ്യയിൽ നിന്നും ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഇപ്പോൾ 2017-18 കാലത്തിലാണ്, 2018 നമ്മൾ ഏകദേശം $5.43 ബില്യൺ S-400 യൂണിറ്റ്സ്, 5 യൂണിറ്റ് നമ്മൾ S-400 റഷ്യയായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാണ്. ഇതുവരെ മൊത്തം അവർ നമുക്ക് ഡെലിവറി ചെയ്തിട്ടില്ല. കാരണം റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം അതിനകത്തിലൊക്കെ ചില ഡിലേ ഉണ്ടായി. അത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം, യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമായിട്ടുള്ള റഷ്യക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണോ, അല്ലെങ്കിൽ അവർക്ക് നിർമ്മിക്കുന്ന ആയുധങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പോലും തികയാത്തൊരവസ്ഥയിൽ അവർക്ക് തീർച്ചയായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അവർക്ക് ആയുധങ്ങൾ വിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു ഡിലേ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഇന്ത്യ ഇപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ അഡീഷണൽ ആയിട്ടുള്ള യൂണിറ്റ്സ് S-400 അല്ലെങ്കിൽ S-500 ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാനുള്ള പദ്ധതി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാൻ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വളരെ വിജയകരമായിട്ട് നമുക്ക് ഈ ഒരു S-400 പ്ലാറ്റ്ഫോം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് തീർച്ചയായിട്ടും റഷ്യയുടെ ഈ വെപ്പൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് വിശ്വാസം കൂടുതൽ അർപ്പിക്കാൻ സാധിക്കുന്നതും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇന്ത്യ വേണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൻ്റെ വെളിച്ചത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫൻസിൻ്റെയും സെക്യൂരിറ്റിയൊക്കെ ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, കാരണം കൃത്യമായിട്ടുള്ള ഒരു ഫൈനലൈസേഷനിൽ വന്നിട്ടില്ല. ഡിഫൻസ് സെക്യൂരിറ്റി ഒഫീഷ്യൽസാണ്, എക്സ്പേർട്സ് അല്ല, ഒഫീഷ്യൽസാണ് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നിന്ന്. കാരണം നമ്മളിങ്ങനെ ഒന്നുകിൽ S-400 അഡീഷണൽ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ S-500 മേടിക്കാൻ നമ്മൾ അതിനുവേണ്ടി എന്താണ് പറയുന്നത്, അത് ആക്റ്റീവായിട്ടുള്ളൊരു കൺസിഡറേഷനുണ്ട്, നമ്മളത് പരിഗണനാ വിഷയമായിട്ട് ഗവൺമെൻറ് മുമ്പിലുണ്ട് എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ധു സമയത്ത് S-400 വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ ശക്തമായിട്ട് ഉള്ള തിരിച്ചടികൾ നമുക്ക് നൽകുവാനും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ പെർഫോമൻസിൽ പ്രത്യേകിച്ച് എന്താണ് പറയുന്നത്, മറ്റ് പിറ്റ് ഫോൾസോ അല്ലെങ്കിൽ കുറവുകളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, രാജ്യത്തെ നമുക്ക് എനിമിയായിട്ടുള്ള പാകിസ്ഥാൻ എന്നുള്ള ഒരു അറ്റാക്കിനെ നമുക്ക് പ്രതിരോധിക്കാൻ വളരെ ശക്തമായിട്ടും വളരെ എന്താണ് പറയുന്നത് ഇഫക്റ്റീവായിട്ട് എന്നൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആ വെപ്പൺ പ്ലാറ്റ്ഫോം വളരെ ക്രെഡിബിളാണ്, വിശ്വസനീയമാണ്, നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനല്ല നമുക്ക് റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾക്ക്. ഇസ്രായേൽ ഒരു ഭാഗത്തുണ്ട്, ഫ്രാൻസിൻ്റെ പക്കൽ നമുക്ക് ഇതുപോലുള്ള വെപ്പൺ സിസ്റ്റം ഒന്നുമില്ല, ഫൈറ്റർ എയർക്രാഫ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക്. എന്നാലും ഇസ്രായേലിനും തീർച്ചയായിട്ടും അവരുടെ വളരെ എന്താണ് പറയുന്നത് ടെക്നോളജിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞൊരു കാര്യത്തിൽ റഷ്യയെ നമ്മൾ ആശ്രയിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നാണ് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള നമ്മളുടെ എന്താണ് പറയുന്നത് റഷ്യയുള്ള റിലേഷൻസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ S-400 ആണ് നമ്മൾ റഷ്യയുമായിട്ടുള്ള നിലവിലുള്ള എഗ്രിമെൻ്റ് കരാർ അനുസരിച്ചിട്ട് 2018 ഞാൻ നേരത്തെ പറഞ്ഞ $5.43 ബില്യൺ 5 S-400 യൂണിറ്റ്സ് മേടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അതിനകത്തിൽ അവർ മൊത്തം അത് ഡെലിവർ ചെയ്തില്ല. ആ ഡെലിവർ ചെയ്യാത്തതിൻ്റെ കാരണം റഷ്യ യുക്രൈനായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഡിലേ ആണ്. ശരിക്കും പറഞ്ഞാൽ 4 യൂണിറ്റ് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു യൂണിറ്റ് കൂടെ ഡെലിവർ ചെയ്യാനുണ്ട്. അത് സെപ്റ്റംബർ 2026 ആകുമ്പോഴത്തേക്ക് റഷ്യ ഡെലിവർ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധു സമയത്ത് പാകിസ്ഥാൻ്റെ 5 ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അതിനെ നമുക്ക് ഡൗൺ ചെയ്യാനും ഒക്കെ സാധിച്ചത് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 300 കിലോമീറ്റർ, റഫ്ലി ഒരു 300 കിലോമീറ്ററോളം റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ നമുക്ക് അഡ്വാൻസ്ഡ് വേർഷൻ റഷ്യയിൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യാനുള്ള ഒരു പ്ലാനുമായിട്ട് ഇന്ത്യൻ ഡിഫൻസ് മുമ്പോട്ട് പോവുകയാണ്. ഈ S-400 മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് S-500 കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം നമ്മൾ റഷ്യയോട് പ്രകടിപ്പിച്ചാണ്. പക്ഷേ റഷ്യ അന്ന് വളരെ താല്പര്യം ഇല്ലായിരുന്നു. കാരണം അവർക്ക് തന്നെ വേണ്ടിയ യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് അവരുടെ റഷ്യയ്ക്ക് വേണ്ടിയുള്ള ഉപയോഗത്തിന് വേണ്ടി മാത്രമേ അവർക്കുന്നത് മാനുഫാക്ചർ ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അന്ന് ഈ S-400 മാത്രമാണ് അവർക്ക് ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള കരാറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള S-500 അന്ന് അവരുടെ പരിഗണനാ വിഷയമല്ലായിരുന്നു. പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും റഷ്യക്ക് S-500 ഇന്ത്യക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഇന്ത്യ അതിന് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ആയിരിക്കും റഷ്യയുടെ പരിഗണനയിലുള്ള ആദ്യത്തെ രാജ്യം എന്ന് അവർ റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ 2021 ഒരു TV ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്ത്യ
ഞാൻ പറഞ്ഞു നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് കൂടുതൽ ഫലവത്തായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി ഭാവിയിൽ നമ്മൾ ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച ആം, പ്രതികരണത്തിൻ്റെ വളരെ മടങ്ങ് ശക്തിയിലായിരിക്കും ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന അറ്റാക്കുകളാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കുവാൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ ശക്തമായിട്ടുള്ള, ഇല്ലേ, വളരെ വ്യാപകമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള ഇതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ സ്വന്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു എന്താണ് നമ്മുടെ സെക്യൂരിറ്റി മാറ്ററാണ്. സെക്യൂരിറ്റി മാറ്റർ നമ്മുടെ സുരക്ഷാ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. 2021 റഷ്യ ഇതിൻ്റെ S-500 കേപ്പബിലിറ്റി അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എയർബോൺ ത്രെറ്റ്സ്, മിസൈല്, ഡ്രോണ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ എയർബോൺ ത്രെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യാനും പ്രതിരോധിക്കുവാനും, ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നമുക്കിതിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഷൂട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് ഇതിനകത്തിൽ, ഹൈപ്പർസോണിക് വെപ്പൺസ്, ലോ ഫ്ലൈയിങ് ക്രൂയിസ് മിസൈൽസ്, ഡ്രോൺസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതൊക്കെയാണ് എയർബോൺ ത്രെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എയർഫോഴ്സ് എന്ന് പറയുമ്പം ഫൈറ്റർ എയർക്രാഫ്റ്റ് മാത്രമല്ല, ഇപ്പം നമ്മളൊരു പാകിസ്ഥാനായിട്ട് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആയുധങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കും. ബാലിസ്റ്റിക് മിസൈല്, ഹൈപ്പർസോണിക് മിസൈല്, ക്രൂയിസ് മിസൈല്, ഇല്ലേ, ഡ്രോൺസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഫലപ്രദമായിട്ട് നമുക്ക് പ്രതിരോധിക്കുവാൻ ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ സിസ്റ്റം നമുക്കുള്ളതിൻ്റെ റിസൾട്ട് നമുക്ക് ഓപ്പറേഷൻ സിന്ധുള്ളത് എവിഡൻ്റ് ആണ്. അത് നമുക്കത് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. കാരണം അങ്ങനെ ഉള്ളൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോണും മിസൈൽ അറ്റാക്കുകളും നമുക്ക് പ്രതിരോധിക്കുവാനും അവർക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയുമായിരുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് ഒത്തിരി ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ S-500 സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിസ്റ്റിക് മിസൈല്, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനും കഴിവുള്ളതാണ്. 600 കിലോമീറ്റർ ഓപ്പറേഷൻ റേഞ്ച് ഉണ്ട് അതിന്. അതുപോലെ എയർ ഡിഫൻസിൻ്റെ റേഞ്ചിന് 500 കിലോമീറ്ററുള്ള എയർ ഡിഫൻസ് ഉണ്ട്. ഓപ്പറേഷണൽ റേഞ്ച് 600 കിലോമീറ്റർ. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ എന്നുവെച്ചാൽ ബാലിസ്റ്റിക് മിസൈലിനൊക്കെ 600 കിലോമീറ്ററോ മുമ്പേ തന്നെ നമുക്കതിനെ ട്രാക്ക് ചെയ്യാനും നമുക്കതിനെ എന്താണ് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 180 മുതൽ 200 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഉള്ള ടാർഗറ്റിനെ നമുക്ക് എൻഗേജ് ചെയ്യാനും അതുപോലെ തന്നെ ഒരേ സമയം 10 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെയൊക്കെ തന്നെ ട്രാക്ക് ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്ന വലിയൊരു ഒരുപക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികവുറ്റ ഒരു സിസ്റ്റം തന്നെയാണ് S-400 അല്ലെങ്കിൽ S-500 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അമേരിക്കയുടെ താഡും പേട്രിയോട്ടും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അയൺ ഡോമും ഒക്കെ തന്നെ ഒരുപക്ഷെ ഇതിന് പിന്നിൽ മാത്രമേ വരത്തുള്ളൂ എന്നാണ് നമുക്ക് പൊതുവെ അറിയാൻ കഴിയുന്നത്. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ, ആൻറ്റി സാറ്റലൈറ്റ് കേപ്പബിലിറ്റി ഒക്കെ തന്നെ ഉണ്ട്. കാരണം വളരെ മികവുറ്റ, വളരെ ഓപ്പറേഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള ഒരു വെപ്പൺ പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ S-500. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഇത് പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടം ഉള്ളൊരു കാര്യമല്ല. കാരണം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നമ്മളുടെ ഇന്ത്യ ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല, കാരണം ചൈനയിൽ നിന്ന് നമുക്ക് ത്രെട്ട് ഉണ്ടല്ലോ. അപ്പോൾ ചൈനയിൽ നിന്ന് ത്രെട്ട് ഉണ്ട്. നാളെ ചൈനയായിട്ടൊരു ഇതുപോലുള്ള ഷോർട്ട് ടൈം കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ തന്നെയും ചൈനയേക്കാളിൽ ഒരു വലിയ പാകിസ്ഥാനേക്കാൾ വലിയ ശക്തിയായിട്ടുള്ള ചൈനയിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല 10 മടങ്ങായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഇന്ത്യ
ഉണ്ടാക്കിയെടുക്കുകയോ ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വെപ്പൺ സിസ്റ്റത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയും ആശ്രയിക്കുകയും അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സുരക്ഷയ്ക്ക് അനുകൂലമായ വിധത്തിൽ വിന്യസിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇന്ത്യ നേരിടുന്ന പ്രശ്നം പാകിസ്ഥാൻ മാത്രമല്ല. ഇനി പാകിസ്ഥാനാണ് നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നതെങ്കിൽ തന്നെയും പാകിസ്ഥാൻ എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ചൈനയുടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക. ആയുധങ്ങൾ, അവരുടെ ഇൻ്റലിജൻസ്, സാറ്റലൈറ്റ് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടുള്ള ഇൻ്റലിജൻസ്, സർവലൻസ്, ട്രാക്കിങ്, പിന്നെന്താണ് ആയുധങ്ങൾ, വെപ്പൺസ്. നമുക്കറിയാം പാകിസ്ഥാൻ അവരുടെ ഏകദേശം 80% മേലുള്ള ചൈനയുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രോണുകളും മിസൈലുകളും പിന്നെ ടർക്കിയുടെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ സിന്ധുവിൽ ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ മാത്രമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹ ആശീസ്സുകളോടുകൂടിയും സഹായം, ഫെസിലിറ്റീസ്, സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യാപകമായിട്ടുള്ള മിസൈൽ, ഡ്രോൺ, അതുപോലെ തന്നെ എയർബോൺ ത്രെഡ്സ്, അറ്റാക്കുകൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഈ എയർബോൺ സിസ്റ്റം എന്ന മേഖലയിൽ വളരെ സുസജ്ജമായിരിക്കണം, വളരെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും S-400 അഡീഷണൽ യൂണിറ്റ്സുകളും അതുപോലെ തന്നെ S-500 നമ്മൾ വാങ്ങിക്കുകയും അത് ഡിപ്ലോയ് ചെയ്ത് വിന്യസിക്കുകയും ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് തെറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണിത്. നമുക്കിതിനകത്ത് യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധു എന്ന 3-4-5 ദിവസത്തെ വളരെ ഒരു എന്താണ് ഹ്രസ്വമായിട്ടുള്ള ഷോർട്ട് ടൈം ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എനിമിയായിട്ടുള്ള പാകിസ്ഥാൻ അവർ നമുക്കെതിരെ ഏത് രീതിയിലുള്ള എന്താണ് റിയാക്ഷൻ അല്ലെങ്കിൽ അറ്റാക്ക് ആയിരിക്കും, ആക്രമണമായിരിക്കും അവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുന്നു, അറ്റ് ദ സെയിം ടൈം നമുക്ക് അവർക്കെതിരെ ഏത് രീതിയിലുള്ള ആക്രമണം നമുക്ക് ഉണ്ടാക്കി വെക്കുവാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഈ ഒരു ഷോർട്ട് ടൈം കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. അതിനകത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അത് S-400 പ്ലസും നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് നമ്മളുടെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടായിട്ടുള്ള വൻതോതിലുള്ള ഡ്രോൺ, മിസൈൽ അറ്റാക്കുകൾ നമ്മൾ പ്രതിരോധിച്ചത്, നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെക്യൂരിറ്റി മാറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. അതിനകത്തിൽ ഏത് ഗവൺമെൻറ് ഭരണത്തിൽ ഇരുന്നാലും അതിനകത്ത് കോംപ്രമൈസുകളൊന്നും വരുത്തുവാൻ അങ്ങനെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയെടുക്കുവാൻ അതിനകത്തൊരു ഡിലേ വരുത്തുകയോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സാങ്കേതികമായിട്ട് വളരെ മോശമായിട്ടുള്ള ഇതുപോലുള്ള ആയുധ സംവിധാനങ്ങൾ മേടിച്ച് വിന്യസിക്കുകയൊന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും അക്കാര്യത്തിലൊക്കെ ഇന്ത്യ വളരെ കെയർഫുള്ളാണ്, വളരെ എന്താണ് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ത്യ ഈ പറഞ്ഞ S-400 അഡീഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ S-500 അഡ്വാൻസ് സിസ്റ്റം നമ്മൾ മേടിക്കാനായിട്ടുള്ള പ്ലാൻ ഇന്ത്യൻ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ട്. അങ്ങനെ അതൊരു പരിഗണനാ വിഷയമാണ് എന്നാണ് സെക്യൂരിറ്റി ഡിഫൻസ് ഒഫീഷ്യൽസ് വെളിപ്പെടുത്തുന്ന ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.